മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ C++ൻ്റെ അകത്ത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞതാണ്. അതായത് C++ൻ്റെ അകത്ത് ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നിൻ്റെ പേര് പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഇതെന്താന്ന് പറയാം, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ഫങ്ഷൻസിനെ എല്ലാം ഓൾറെഡി നമ്മളത് പഠിച്ച് ഓർക്കുന്നുണ്ടോ, ഓൾറെഡി റിട്ടേൺ, നേരത്തെ തന്നെ മുൻകൂട്ടി എഴുതി ഡീബഗ്ഡ്, അതിൻ്റെ എറേഴ്സ് എല്ലാം കളഞ്ഞ് കമ്പൈൽഡ് ആൻഡ് ദെയർ ഡെഫിനിഷൻസ് alone are grouped and stored in files called header files. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ C++ൻ്റെ അകത്ത് ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്തു. ഓർക്കുന്നുണ്ടോ? നമ്മൾ മാറ്റ് ഫങ്ഷൻ ചെയ്തു, ABS ഫങ്ഷൻ, അതുപോലെ തന്നെ SQRT സ്ക്വയർ റൂട്ട് ഫങ്ഷൻ ചെയ്തു, ക്യാരക്ടർ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഓരോ ഫങ്ഷൻ എഴുതിയപ്പോഴും നമ്മൾ അതിനോരോ ഹെഡർ ഫയൽ യൂസ് ചെയ്ത് ഓർക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ SQRT എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്ത്, ഇപ്പം നമ്മൾ CMath എന്നുള്ള ഹെഡർ ഫയലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മുൻകൂട്ടി എഴുതി അതിൻ്റെ ലൈബ്രറി സ്റ്റോർ ചെയ്തേക്കുവാണ്. അത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹെഡർ ഫയൽ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പ്രീഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് മാത്രം പോരാ ഒരു പ്രോഗ്രാം ചെയ്യാൻ. ചില അവസരങ്ങളിൽ ചില പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ യൂസറിന് സ്വന്തമായിട്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. യൂസർ ചെയ്യുന്ന ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ഒരു, അല്ലെങ്കിൽ ആ ടാസ്കിനെ സംബന്ധിച്ചുള്ള ഒരു ഫങ്ഷൻ യൂസർ തന്നെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിൽ ആ ഫങ്ഷന് വേണ്ട പേര്, ആ ഫങ്ഷൻ എന്ത് ഡേറ്റയാണ് വേണ്ടിയത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ള ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം യൂസർ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് പേര് സൂചിപ്പിക്കുന്നത് തന്നെ അതാണ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നാണ്. നമുക്ക് ആ പേര് കണ്ടോ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, വൈൽ റൈറ്റിംഗ് ലാർജ് പ്രോഗ്രാംസ് പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് മേ നോട്ട് സഫിക്സ് ടു അപ്ലൈ മോഡുലറൈസേഷൻ. മോഡുലറൈസേഷൻ പഠിച്ചാണ് എന്താണ്, ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വലിയ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ മുമ്പ് പറഞ്ഞ ഈ പ്രീഡിഫൈൻഡ് അല്ലെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് മാത്രം പോരാ. നമുക്ക് ചില അവസരങ്ങളിൽ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻ കൊണ്ട് മാത്രം ഒരു വലിയ പ്രോഗ്രാം എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസരത്തിൽ C++ നമുക്കൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. C++ പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു ക്രിയേറ്റ് അവർ ഓൺ ഫങ്ഷൻസ്. അപ്പൊ ഇതിൻ്റെ നമ്മൾ പറഞ്ഞു, എവറിത്തിങ് റിലേറ്റഡ് ടു എ ഫങ്ഷൻ സച്ച് എസ് ദി ടാസ്ക് ടു ബി ക്യാരിഡ് ഔട്ട്. എന്താണ് ആ ഫങ്ഷൻ ചെയ്യേണ്ടത്? ദ നെയിം ആൻഡ് ഡേറ്റ റിക്വയർഡ് ആർ ഡിസൈഡഡ് ബൈ ദി യൂസർ. ഇവിടെ യൂസർ ആണ് ഈ ഫങ്ഷന് പേര് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം നോക്കാം. നമുക്കറിയാം ഫങ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്. ഫങ്ഷന് മുന്നിൽ ഒരു ഡേറ്റ ടൈപ്പ് കാണും, അല്ലേ? ഫങ്ഷന് മുന്നിൽ ഒരു ഡേറ്റ ടൈപ്പ് കാണും. നമ്മളിപ്പോൾ എഴുതിയ ഇൻറ്റ് മെയിൻ, ഇതൊരു ഫങ്ഷനാണ്. നമ്മളിത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റ് എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് ആണ്, ആണല്ലോ. മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻ. നമുക്ക് ഫങ്ഷൻ കഴിഞ്ഞിട്ടത്തേന് ആ പാരന്തസിസ് കാണും. ഫങ്ഷൻ കഴിഞ്ഞിട്ടത്തേന് ഈ പെയർ ഓഫ് ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്ന പേര് പാരന്തസിസ് എന്നാണല്ലോ. അപ്പോൾ ഫങ്ഷൻ കഴിഞ്ഞിട്ടത്തേന് ആ പാരന്തസിസ് കാണും. ഇനി നോക്കാം, അത് കഴിഞ്ഞിട്ടത്തേന് എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർക്കുന്നുണ്ടോ? ഇത് കഴിയുമ്പോൾ ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ട്, അല്ലേ? ഇത് കഴിഞ്ഞ ഒരു കേളി ബ്രാക്കറ്റ്, ഇത് കഴിഞ്ഞൊരു കേളി ബ്രാക്കറ്റ്, അതിനുള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതും. സിഇന്നും CO2 ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത് ഇതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബോഡി എന്ന് പറയും. ഓക്കെ, പിന്നെ നമുക്കറിയാം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കി, ഇത് ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ. ആദ്യം എന്താണ് ഇൻറ്റ് എന്നൊക്കെ പറയുന്നത്, എന്താണ്? ഒരു ഡേറ്റ ടൈപ്പ്. ഇത് ഫംഗ്ഷന്റെ പേര്. ഈ ഫംഗ്ഷന്റെ പേര് നമുക്ക് സ്വന്തമായിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസറിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസർ ആയിരിക്കും ഇവിടെ പേര് കൊടുക്കുന്നത്. ഇതൊരു ഐഡന്റിഫയർ ആണ്. ഇത് നോക്ക്, ഇതിനുള്ളിൽ വാല്യൂസ് ഇവിടെ ഇല്ല. എന്നാൽ ഇതിനുള്ളിൽ വാല്യൂസ് ഉള്ള ഒരെണ്ണം നമ്മൾ കണ്ടോർക്കുന്നുണ്ടോ? നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം എഴുതിയത് ഓർക്കുന്നുണ്ടോ? ഡബിൾ SQRT of
25. ഇങ്ങനെ എഴുതി ഓർക്കുന്നുണ്ടോ? ഇവിടെ ഫംഗ്ഷന്റെ പേര് സ്ക്വയർ റൂട്ട് എന്നാണ്. ഇത് നമ്മൾ കൊടുത്തേക്കുന്നതല്ല, ഇത് നമുക്കറിയാം ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. ഇതിന്റെ അർത്ഥം ഈ 25ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ ഉള്ളിൽ, അതായത് ഈ പാരന്തസിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ട്. എന്നാൽ നോക്കാം മെയിനുള്ളിൽ ഒരു വാല്യൂ ഇല്ല. അതിന്റെ അർത്ഥം ഈ പാരന്തസിനുള്ള വാല്യൂസിന് പറയുന്ന പേരെന്താണ്? ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്നാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാനുള്ള ഡേറ്റയാണ് ഇതിനുള്ളിൽ കൊടുക്കുന്നത്. എന്നാൽ എല്ലാ ഫംഗ്ഷനും ഡേറ്റ വേണ്ട. നമ്മളിവിടെ നോക്കാം മെയിൻ ഫംഗ്ഷൻ, നമ്മൾ ഇത് പാരന്തസിനുള്ളിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. എന്നാൽ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഇതിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ടായേ തീരും. മസ്റ്റായിട്ട് അതിനകത്ത് ഒരു വാല്യൂ വേണം, കാരണം അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ജനറൽ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും ഇത് നോക്കി പറയാമോ? ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ നെയിം ഉണ്ട്, പാരന്തസിസ് ഉണ്ട്, പിന്നെ കേളി ബ്രാക്കറ്റിനുള്ളിൽ ബോഡി. നോക്കാം അതിന്റെ ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫംഗ്ഷന്റെ സ്ട്രക്ചർ നോക്കുക. ആദ്യം ഡാറ്റ ടൈപ്പ്, ശരിയാണല്ലോ? നമുക്ക് ആദ്യം ഡാറ്റ ടൈപ്പ്, നമ്മൾ ഈ എക്സാമ്പിളിന്റെ അകത്ത് ഇന്റ്. അത് കഴിഞ്ഞ് എന്താ? ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷന്റെ പേര്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കേസിൽ അത് മെയിൻ എന്നാണ്. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് നോക്കുക ആർഗ്യുമെന്റ് ലിസ്റ്റ്. നമുക്ക് ഇവിടെ നോക്കുക ആർഗ്യുമെന്റ് അതിൻ്റെ അകത്തൊന്നും ഇല്ല. ഓക്കെ, നോക്കുക ഈ കേളി ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ബോഡി, ഇതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി ബോഡി. ഇനി നോക്കുക ഒന്നിലധികം ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ, നമ്മളിപ്പം നമുക്ക് ഇന്റ് സമ്മ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പോവാണ്. നിങ്ങളൊന്ന് പറയാമോ, ഇത് ഈ സമ്മ് എന്ന് എഴുതിയിരിക്കുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണോ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണോ? ഈ സമ്മ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഇന്റ് മൈ സമ്മ് എന്ന് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഇത് യൂസർ ഡിഫൈൻ ഫംഗ്ഷനാ, നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഫംഗ്ഷനാ. അല്ലെങ്കിൽ സം ഇങ്ങനെ കൊടുത്തു, സം സി എം എസ്. അപ്പൊ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ടത്തേന് 2 നമ്പറിന്റെ സമ്മ് കാണാനാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആർഗ്യുമെന്റ്, ഇതിനുള്ളിൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ് ആണല്ലോ ഈ പാരന്തസിനുള്ളിൽ കൊടുക്കുന്നത്. ഇവിടെ ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. എയുടെയും ബിയുടെയും സമ്മ് കാണാൻ. അപ്പൊ എങ്ങനെ ഞാൻ എഴുതുന്നത് നോക്കുക. ഇന്റ് എ, ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ കോമ ഇടണം. ആദ്യം ഡാറ്റ ടൈപ്പ് ഇന്റ് ബി. ഇവിടെ നോക്കുക എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇവിടെ. ആർഗ്യുമെന്റ്സ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. ഈ പാരന്തസിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂ ആണ്. ഇവിടെ നോക്കിക്കുക എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്. 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എയും ബിയും. അപ്പോൾ ഇവിടെ ആർഗ്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ഒന്നിലധികം ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കോമ ഇടണം. ഇനി ആർഗ്യുമെന്റ്സ് എഴുതുന്നത് എങ്ങനെയാണ്? അതിന് ആദ്യം ഡാറ്റ ടൈപ്പ് പറയണം. ഇന്റ് ആകണം എന്നില്ല. എന്നാൽ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇന്റ് ആയതുകൊണ്ട് ഇതിനുള്ളിലെ വാല്യൂസും ഇന്റ് ആയിരിക്കും സ്യൂട്ടബിൾ. അതെന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് നമ്മൾ പറയും. ഓക്കെ, നമ്മൾ നോക്കാം. ഇനി ഓരോന്ന് പറയാൻ പോവാണ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കുക. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡോ, ഫ്ലോട്ടോ എന്നുള്ള അല്ലെങ്കിൽ ക്യാരക്ടർ എന്നുള്ള ബേസിക് അല്ലെങ്കിൽ എനി വാലിഡ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് ഈസ് എ വാലിഡ് ഡാറ്റ ടൈപ്പ്. ഫംഗ്ഷൻ നെയിം എന്താണ്? ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ കൊടുക്കുന്ന ഒരു പേരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ ഐഡന്റിഫയർ എന്നാണ് പറയുന്നത്. ഇനി നോക്കുക, ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓപ്ഷണൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആർഗ്യുമെന്റ് ലിസ്റ്റ് വിച്ച് ഈസ് ഓപ്ഷണൽ. നമ്മൾ എക്സാമ്പിൾ കണ്ട ഓർക്കുന്നുണ്ടോ? ഇവിടെ ആർഗ്യുമെന്റ് ഇല്ല, ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ട്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പാരന്തസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ ആർഗ്യുമെന്റ് മസ്റ്റ് ആണോ? അല്ലയോ? അല്ല. അതിനെയാണ് ഓപ്ഷണൽ എന്ന് പറയുന്നത്. അതായത് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ അകത്ത് എങ്ങനെയാണ് ഡാറ്റ എഴുതുന്നത്? പ്രിസീഡഡ് ബൈ ഡാറ്റ ടൈപ്പ്. പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്താ? മുൻപിൽ. ആർഗ്യുമെന്റ് എഴുതുന്നത് എങ്ങനെയാ? മുൻപിൽ, അതായത് ഒരു വേരിയബിളിന്റെ മുന്നിൽ ഡാറ്റ ടൈപ്പ്. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് നോക്കുക. പ്രിസീഡഡ് ബൈ ഡാറ്റ ടൈപ്പ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുന്ന? കോമ വെച്ചാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ബോഡി എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ആക്ച്വൽ ടാസ്ക് എന്താണ് ചെയ്യേണ്ടത്, ആ കോഡ്. ശരിയല്ലേ? അവിടെ എന്താണ് ആക്ച്വൽ ടാസ്ക് ചെയ്യേണ്ടത്, ആ കോഡായിരിക്കും അവിടെ എഴുതുന്നത്. ഓക്കെ, ഇനി നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കി. വൺസ് വി ഹാവ് ഡിസൈഡഡ് ടു ക്രിയേറ്റ് എ ഫംഗ്ഷൻ
വി ഹാവ് ടു ആൻസർ certain questions. നമ്മളൊരു ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണോ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വിച്ച് ഡേറ്റ ടൈപ്പ് വിൽ ബി യൂസ്ഡ് ഇൻ ദ ഫങ്ഷൻ ഹെഡർ. നമ്മൾ എന്ത് ഡേറ്റ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഇന്റ് ആണോ, ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ? ഓക്കെ, നമ്മുടെ അത് ആ ഫംഗ്ഷനെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ അതിന്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നത്. ഹൗ മെനി ആർഗ്യുമെന്റ്സ് ആർ റിക്വയർഡ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ പ്രിസീഡിംഗ് ഡേറ്റ ടൈപ്പ് ഓഫ് ഈച്ച്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എത്ര ആർഗ്യുമെന്റ് വേണം? ഈ കേസിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ട്? 2 ആർഗ്യുമെന്റ്. അതുപോലെ തന്നെ ആർഗ്യുമെന്റ് ലിസ്റ്റിന്റെ അകത്ത് ആർഗ്യുമെന്റ് അതിനകത്ത് കൊടുക്കുന്ന വേരിയബിളിന് മുമ്പ് എന്ത് ഡേറ്റ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത്? പ്രിസീഡിംഗ് എന്ന് പറഞ്ഞാൽ മുൻപിൽ നിന്ന്, അങ്ങനെ പറഞ്ഞേക്കുന്നത് കണ്ടോ? ഹൗ മെനി ആർഗ്യുമെന്റ്സ് ആർ റിക്വയർഡ്, എത്ര ആർഗ്യുമെന്റ്സ് വേണം, എന്നിട്ട് ആ ആർഗ്യുമെന്റ് ഡേറ്റയുടെ ഡേറ്റ ടൈപ്പ് എന്താണ് പ്രിസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മുന്നിൽ വരേണ്ട ഡേറ്റ ടൈപ്പ് എന്താണ്. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്റ് സം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒരെണ്ണം ചെയ്യാം. നമ്മൾ SQRT എന്ന് പറയുന്ന ഒരെണ്ണം ചെയ്തു അല്ലെ, √25. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആൻസർ കിട്ടുമോ ഇല്ലയോ? നമ്മളിവിടെ cout n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ ഇല്ലയോ എന്നാണ്. നമ്മളിവിടെ cout n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ ഇല്ലയോ? നമുക്കറിയാം ഇതിനൊരു ആൻസർ കിട്ടും. എന്തായിരിക്കും അതിന്റെ ആൻസർ? 5 എന്നായിരിക്കും. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ, ചില ഫംഗ്ഷൻ അതിനോട് പറഞ്ഞിരിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് തിരിച്ചു തരുന്നു. ഇവിടെ നമുക്ക് റിസൾട്ട് എന്താണ്? 5. ഈ റിസൾട്ടിന് ഒരു പേര് പഠിപ്പിച്ചായിരുന്നു നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ. ഇതിന് പറയുന്ന പേരെന്താ? റിട്ടേൺ വാല്യൂ എന്ന, അല്ലെ വാല്യൂ റിട്ടേൺ ബൈ ദ ഫംഗ്ഷൻ എന്ന. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഒരു ക്ലാസ് ലീഡറിനോട് അവിടെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ക്ലാസ് ലീഡർ അവിടെ പോയി ടീച്ചർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വന്ന് അവിടെ ഇരുന്നു. എന്നാൽ വേറൊരു ക്ലാസ് ലീഡർ ഈ സെയിം കാര്യം ചോദിച്ചപ്പോൾ ക്ലാസ് ടീച്ചർ ഉണ്ടോ എന്ന് നോക്കുക മാത്രമല്ല തിരിച്ചു വന്ന് അവിടെ ടീച്ചർ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇല്ല എന്ന് ഒരു ആൻസർ തന്നു. അതുപോലെ തന്നെയാണ് എല്ലാ ഫംഗ്ഷനും നമുക്കൊരു റിട്ടേൺ വാല്യൂ തരത്തില്ല. ചില ഫംഗ്ഷൻ നമുക്കൊരു ആൻസർ തരും. ആൻസറിന് പറയുന്ന പേരെന്താണ്? റിട്ടേൺ വാല്യൂ. ഓക്കെ, അപ്പൊ നോക്കുക എന്താണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ നമുക്കൊരു ആൻസർ തിരിച്ചു തരും. ആ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ, ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ റിസൾട്ടിന് പറയുന്ന പേരാണ് റിട്ടേൺ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഈ സെക്കൻഡ് ഇയറിന്റെ പോർഷൻ തുടങ്ങിയപ്പം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ചിലതിൻ്റെ അകത്ത് റിട്ടേൺ 0 കൊടുത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചായിരുന്നു എന്താ റിട്ടേൺ 0 ഇല്ലാത്ത, എന്താണ് റിട്ടേൺ 0? നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ അകത്ത് ചുമ്മാ റിട്ടേൺ 0 എന്ന് എഴുതി പോയോണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടില്ല. അത് എന്താണ് റിട്ടേൺ 0യുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് റിട്ടേൺ 0 എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എന്തിനാണ് നമ്മൾ റിട്ടേൺ 0 യൂസ് ചെയ്യുന്നത്? റിട്ടേൺ 0 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ എഴുതുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ഇന്റ് മെയിൻ കഴിഞ്ഞ് ഇവിടെ നമ്മൾ റിട്ടേൺ 0 കൊടുക്കും. എന്തിനാന്ന് പറയുകയാണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് ഇന്റ്. നമ്മൾ നോക്കാൻ, നമ്മൾ ഇന്റ് മെയിൻ എന്ന് എഴുതുന്നത്. ഇന്റ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റിജർ നമ്പറാണ്. അപ്പൊ നമുക്കൊരു ആൻസർ റിട്ടേൺ ചെയ്യണം. അപ്പൊ അത് GCC, അതായത് നമ്മുടെ കമ്പൈലർ പറഞ്ഞിരിക്കുന്ന ഒരു റിക്വയർമെന്റ്. ഇങ്ങനെ എഴുതുന്നതിന് ഒരു റിട്ടേൺ 0 എന്നും കൂടെ കൊടുക്കണം എന്നുള്ളത് GCCയുടെ അല്ലെങ്കിൽ ജീനി കമ്പൈലറിന്റെ ഒരു റിക്വയർമെന്റ്. അപ്പൊ ഇന്റ് വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ റിട്ടേൺ 0 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ നമ്പർ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു സമ്മ് കാണാനുള്ള, 2 നമ്പറിന്റെ സമ്മ് കാണാനുള്ള ഫങ്ഷൻസ് എഴുതിയിരിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ഫങ്ഷൻ 1ഉം ഫങ്ഷൻ 2ഉം ഉണ്ട്. 2 ഫങ്ഷൻസ് എഴുതിയിരിക്കുന്നത്, 2 ഡിഫറെന്റ് ഫങ്ഷൻ 1 ആൻഡ് ഫങ്ഷൻ 2. ഇത് നമ്മൾ സാധാരണ രീതിയിൽ എഴുതിയേക്കുന്നത് ഈ സെക്കൻഡ് ഫങ്ഷനാണ്. നമുക്കറിയാം ഇന്റ് ഇവിടെ ഒരു ഫങ്ഷനാണ്. ഫങ്ഷന്റെ പേര് എന്താന്ന് പറഞ്ഞേ? ഫങ്ഷന്റെ പേര് sum2 എന്നാണ്. ഇതിനുള്ളിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടോ? ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പാരന്തസിസിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂ ഇല്ല. നമുക്കറിയാം 2 നമ്പറിന്റെ സമ്മ് കാണാൻ എയും ബിയും, പിന്നെ സമ്മ് സ്റ്റോർ ചെയ്യാൻ എസും. cout enter 2 നമ്പേഴ്സ്, എന്നിട്ട് അതിനെ രണ്ടിനെയും എയും ബിയെയും ഇതിലേക്ക് ഗെറ്റ് ചെയ്യുക. സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? A+B. റിട്ടേൺ എസ് എന്നാ കൊടുത്തത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് പറയും. നമുക്ക് നമ്മൾ ഇത്രയും ഓർത്താൽ മതി, ഇവിടെ ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇനി വേറൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നുണ്ടോ? വോയിഡ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്.
ഈ വോയിഡിന്റെ അർത്ഥം അവിടെ ഒന്നും ഇല്ലെന്നാണ്, ശൂന്യം എന്നാണ്. അപ്പോൾ വോയിഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചവർക്കറിയാം ഇവിടെ ഒരു റിട്ടേൺ വാല്യൂ ഇല്ല. ഇവിടെ എന്തൊക്കെ ഇല്ല? ആർഗ്യുമെന്റും ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. ഇവിടെയും ആർഗ്യുമെന്റ് ഇല്ല, പക്ഷെങ്കിൽ റിട്ടേൺ വാല്യൂ ഉണ്ട്. ഒന്നുകൂടെ പറയാൻ പോകണം, ഇവിടെ എന്താ ഇല്ലാത്ത? ആർഗ്യുമെന്റ് ഇല്ല, പിന്നെന്താ ഇല്ലാത്ത? റിട്ടേൺ വാല്യൂ ഇല്ല. ഇവിടെ ആർഗ്യുമെന്റ് ഇല്ല, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇനി ഈ ഫംഗ്ഷനെ വേറൊരു രീതിയിൽ എഴുതിയേക്കുക. ഇത് നിങ്ങൾ പറഞ്ഞ് ഈ സെയിം സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ട് നമ്പറിന്റെ സമ്മ് ആണ്. ഇതിനകത്ത് എത്ര ആർഗ്യുമെന്റ് ഉണ്ട് അത് നമുക്കറിയാം. നോക്കുക, ഇൻറ്റ് എ ഇൻറ്റ് ബി, രണ്ട് ആർഗ്യുമെന്റ്. നമുക്കറിയാം ആർഗ്യുമെന്റ് എഴുതുന്നത് എങ്ങനെയാണ്? വേരിയബിളിന് മുന്നിൽ ഡാറ്റ ടൈപ്പ് പറയണം, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ഇതിൻ്റെ അകത്ത് ആർഗ്യുമെന്റ് ഉണ്ട്. റിട്ടേൺ വാല്യൂ ഉണ്ടോ? നമുക്ക് റിട്ടേൺ വാല്യൂ ഇല്ല. ഇതിൻ്റെ അകത്തോ ആർഗ്യുമെന്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ 4 ഡിഫറെന്റ് ടൈപ്പിൽ എഴുതാൻ പറയാമോ? ഒന്ന് എന്താണ് പറയാമോ? ഒന്ന്, no argument and no return value. Second one, no argument but there is a return value. Third one is there are arguments but there is no return value. And the last one, അതിൻ്റെ അകത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞു നോക്കുക. നമ്മുടെ ഈ ഫംഗ്ഷന്റെ പേരുകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ആദ്യത്തെ ഫംഗ്ഷന്റെ പേര് സം1, രണ്ടാമത്തെ സം2, മൂന്നാമത്തേത് സം3, നാലാമത്തെ സം4. എന്നിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് നോക്കിക്കേ, സം1ന്റെ അകത്ത് ആർഗ്യുമെന്റ് ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ നോക്കുക, വാല്യൂ ഉണ്ടോ? റിട്ടേൺ കൊടുക്കുന്നില്ല. ഇവിടെ റിട്ടേൺ വന്നേക്കുന്നത് കണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, വോയിഡ് കൊടുത്തതിനൊന്നും റിട്ടേൺ വാല്യൂ ഇല്ല. നോക്കിക്കേ, വോയിഡ് റിട്ടേൺ വാല്യൂ ഉണ്ടോ? ഇനി അടുത്ത് നോക്ക്, വോയിഡ് റിട്ടേൺ വാല്യൂ ഇല്ല. വോയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതാണ്, ശൂന്യം എന്നാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ 4 ഡിഫറെന്റ് ടൈപ്സിൽ എഴുതാവുന്ന ഏതൊക്കെയാണ് നോക്കുക? നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ വാല്യൂ. നോ ആർഗ്യുമെന്റ്സ് ബട്ട് റിട്ടേൺസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഇനി നോക്കി, ഈ ഒരു എക്സാമ്പിളിന്റെ പറയുന്നത് ആർഗ്യുമെന്റ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ല. ആർഗ്യുമെന്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്ഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.